നെക്സ്റ്റ് ഈസ് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി. എന്താണ് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ? ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. അത് വളരെ സ്ട്രോങ് അട്രാക്ഷനാണ് ഇവ തമ്മിൽ. അതുകൊണ്ട് അത് സെപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. നല്ലൊരു എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലെ ന്യൂക്ലിയോൺസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് ന്യൂക്ലിയർ ഫോഴ്സസ് ബിറ്റ്വീൻ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. അത് ഏകദേശം സെയിം തന്നെയാണ്. രണ്ട് പ്രോട്ടോൺസിന് തമ്മിലിടയ്ക്ക് നല്ലൊരു ഹൈ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അത് കൂളംസ് ലോ ആയിട്ട് കമ്പയർ ചെയ്യരുത്, അതിനെ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയും. അതുപോലെ ന്യൂട്രോൺ തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, പ്രോട്ടോൺ ന്യൂട്രോൺ തമ്മിലുണ്ട്, എല്ലാം ഒരുപോലെയാണ്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട് ന്യൂക്ലിയോൺസ് തമ്മിൽ. അപ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നല്ലൊരു എനർജി വേണ്ടി വരും. സോ ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനർജി ബൈ വിച്ച് ഓൾ ന്യൂക്ലിയോൺസ് ഇൻ എ ന്യൂക്ലിയസ് ആർ ബൗണ്ട് ടുഗദർ. എത്രത്തോളം എനർജിയിലാണ് അതിങ്ങനെ അട്രാക്ഷനിലിരിക്കുന്നത്. അപ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അത്രയും തന്നെ എനർജി നമ്മൾ കൊടുത്താൽ മാത്രമേ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ബൈൻഡിങ് എനർജി വേണമെങ്കിൽ ഇങ്ങനെയും പറയാം: ദ എനർജി റിക്വയർഡ് ടു സെപ്പറേറ്റ് ഓൾ ന്യൂക്ലിയോൺസ് ഫ്രം ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ നിന്നുള്ള എല്ലാ ന്യൂക്ലിയോൺസിനെയും സെപ്പറേറ്റ് ചെയ്യാൻ കൊടുക്കേണ്ട എനർജി, അങ്ങനെയും വേണമെങ്കിൽ പറയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ബൈൻഡിങ് എനർജി കാണാനായിട്ടുള്ള ഫോർമുല വരുന്നുണ്ട്. അതെങ്ങനെയാണ് വരുന്നതെന്നും കൂടി പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരിക്കാം. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഒരു എക്സാമ്പിളായിട്ട് മാത്രം കരുതിയാൽ മതി. ഇതൊരു ന്യൂക്ലിയസ് ആണ്. ഇതിനകത്ത് കുറച്ച് പ്രോട്ടോൺസ് ഉണ്ട്, കുറച്ച് ന്യൂട്രോൺസ് ഉണ്ട്, അല്ലേ? ശരിയല്ലേ? ഇതിനകത്ത് കുറച്ച് പ്രോട്ടോൺസും കുറച്ച് ന്യൂട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനെനിക്ക് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഐ ഹാവ് ടു അപ്ലൈ എ ഹ്യൂജ് എനർജി സെറ്റ് ടു ബി ബൈൻഡിങ് എനർജി. കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ അട്രാക്ഷനിലിരിക്കുന്ന ഓരോരുത്തരെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോരുത്തരെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ബൈൻഡിങ് എനർജി കൊടുക്കണം. ക്ലിയർ? ദെൻ വി ക്യാൻ സെപ്പറേറ്റ്. അപ്പോൾ ബൈൻഡിങ് എനർജിയിലാണ് എല്ലാ ന്യൂക്ലിയോൺസും അട്രാക്ഷനിലിരിക്കുന്നത്. അപ്പോൾ അത്രയും എനർജി അതിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്തുള്ള ന്യൂക്ലിയോൺസിനെ എല്ലാത്തിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇ ബി നമ്മൾ സപ്ലൈ ചെയ്താൽ മാത്രമേ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ റിവേഴ്സ് പ്രോസസ്സ് ആലോചിച്ചാലോ? റിവേഴ്സ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ കുറേ ന്യൂക്ലിയോൺസ് ഉണ്ട്, കുറച്ച് പ്രോട്ടോൺസും കുറച്ച് ന്യൂട്രോൺസും എൻ്റെ കയ്യിലുണ്ട്. ഇത് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഇതേപോലെ ഒരു ന്യൂക്ലിയസ് ഉണ്ടാക്കണം. ഈ പ്രോസസ്സിൻ്റെ റിവേഴ്സാണ് ഞാൻ പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇതിനെ ഞാൻ എന്തുണ്ടാക്കണം? ഇതിനെ ജോയിൻ ചെയ്ത് ഇതേപോലെ ആക്കണം. ന്യൂക്ലിയസ് കണ്ടെയ്നിങ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്, അല്ലേ? നേരത്തെ ഇതിൻ്റെ റിവേഴ്സാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? നേരത്തെ എഴുതി ഇക്വേഷൻ തിരിച്ചെഴുതി, അത്രയേ ഉള്ളൂ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബൈൻഡിങ് എനർജി ഇ ബി വിൽ ബി റിലീസ്ഡ്. ശരിയല്ലേ? റിവേഴ്സ് ഇക്വേഷനായിട്ട് എഴുതിയതാ. ന്യൂക്ലിയസിന് ന്യൂക്ലിയോൺസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ബൈൻഡിങ് എനർജി അതിൽ അപ്ലൈ ചെയ്യണം. ഇത് നല്ലൊരു അട്രാക്റ്റീവ് ഫോഴ്സിലിരിക്കുന്ന ആൾക്കാരാണല്ലോ. ഇവരെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ നല്ലൊരു എനർജി, ഞാൻ നല്ലപോലെ വർക്ക് ചെയ്യണം. ഇത് തിരിച്ചെഴുതിയാലോ? ഈ ഇക്വേഷൻ തിരിച്ചെഴുതിയാലോ? എൻ്റെ കയ്യിൽ കുറേ ന്യൂക്ലിയോൺസുകളുണ്ട്. ഇതിനെ ഞാൻ ജോയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഹ്യൂജ് എനർജി ഇ ബി വിൽ ബി റിലീസ്ഡ്. ഈ എഴുതിയ ഇക്വേഷൻ തിരിച്ചെഴുതിയെന്ന് മാത്രം. അപ്പം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ദ ബൈൻഡിങ് എനർജി വിൽ ബി റിലീസ്ഡ്. ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയ്ക്ക് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഓരോ പ്രോട്ടോണിൻ്റെ മാസ് നമുക്ക് MP എന്ന് പേര് കൊടുത്താലോ? ദ മാസ് ഓഫ് ഈച്ച് പ്രോട്ടോൺ. ഇതൊരു എക്സാമ്പിളായിട്ട് കരുതിയാൽ മതി. മാസ് ഓഫ് ഈച്ച് പ്രോട്ടോൺ ലെറ്റ് us denote by MP. And mass of each neutrons let us denote by Mn. എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, Mn. ഞാൻ മാസ് കമ്പയർ ചെയ്യാണ്. ലെഫ്റ്റ് സൈഡിലുള്ള ആകെ മാസും റൈറ്റ് സൈഡിലുള്ള ടോട്ടൽ മാസും ഞാൻ കമ്പയർ ചെയ്യാണ്. യു ക്യാൻ സീ എ മാസ് ഡിഫക്റ്റ്. ലെഫ്റ്റ് സൈഡിലുള്ള ടോട്ടൽ മാസും റൈറ്റ് സൈഡിലുള്ള മാസും മാച്ച് ആവില്ല. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ തൽക്കാലം ലെഫ്റ്റ് സൈഡിലുള്ള ടോട്ടൽ മാസ് കാണാൻ പോവാണ്. ഓക്കെ. ടോട്ടൽ മാസ് ഇൻ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ത് വരും? ഞാൻ ബൈൻഡിങ് എനർജിയുടെ ഡെറിവേഷൻ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
total mass in the LHS left hand side equation. Suppose number of protons നമുക്ക് ജനറലി ഇതിപ്പോൾ ഞാൻ 3 തന്നെ കാണിച്ചിട്ടുള്ളൂ, ഒരു എക്സാമ്പിൾ അല്ലേ. നമ്പർ ഓഫ് പ്രോട്ടോണിനെ നമ്മൾ സാധാരണ Z എന്നല്ലേ ഡിനോട്ട് ചെയ്യുക. Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലേ. നമ്മൾ എലമെൻറ്റ് ജനറലി എഴുതുന്നത് XZA ആണെന്ന് വിചാരിക്കും. ലെറ്റ് Z be the number of protons and A minus Z, ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് എടുക്കാം. A minus Z will be the number of neutrons. Number of neutrons നമ്മളിത് ഓൾറെഡി പഠിച്ച കാര്യമാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ടോട്ടൽ മാസ് എത്രയാണ്? ഇവിടെ പ്രോട്ടോൺസിൻ്റെ എണ്ണം Z അല്ലേ, ജനറലി പറയുകയാണെങ്കിൽ Z അല്ലേ. ഒരു സിംഗിൾ പ്രോട്ടോണിൻ്റെ മാസ് MP ആകുമ്പോൾ Z നമ്പർ ഓഫ് പ്രോട്ടോൺ ആണല്ലോ ഉള്ളത്. ഒരു സിംഗിൾ പ്രോട്ടോണിൻ്റെ മാസ് MP ആകുമ്പോൾ Z പ്രോട്ടോൺസിൻ്റെ മാസ് എന്ത് വരും? Z ഇൻറ്റു MP വരും. പ്ലസ് ഒരു സിംഗിൾ ന്യൂട്രോണിൻ്റെ മാസ് Mn ആണ്. അങ്ങനത്തെ A മൈനസ് Z ന്യൂട്രോൺസ് ആണുള്ളത്. അപ്പോൾ A മൈനസ് Z ഇൻറ്റു Mn ആണ്. ന്യൂട്രോണിൻ്റെ ആകെ മാസ് A മൈനസ് Z ഇൻറ്റു Mn ആയിരിക്കും. ഇതാണ് ടോട്ടൽ മാസ് ഇൻ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇനി നമുക്ക് ടോട്ടൽ മാസ് ഇൻ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഒന്ന് ചെയ്ത് നോക്കാം. ടോട്ടൽ മാസ് ഇൻ RHS ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ എലമെൻ്റ് ആണ്, അതായത് XZA അല്ലേ, ഇതിൻ്റെ മാസാണ്. വേറെ പ്രോഡക്റ്റുകളൊന്നുമില്ലല്ലോ. ഈ ന്യൂക്ലിയസിൻ്റെ മാസ് അത് നമുക്ക് മാസ് ഓഫ് എന്നും പറഞ്ഞു എഴുതാം. അത് നമുക്ക് ക്വസ്റ്റിൽ തരുന്നതാണ്. മാസ് ഓഫ് ദ ന്യൂക്ലിയസ് XZA. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലെ മാസും റൈറ്റ് സൈഡിലെ മാസും സെയിം ആയിരിക്കും എന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല, ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. റൈറ്റ് സൈഡിലെ മാസ് സ്വല്പം കുറവാണ്. ശരിക്കും മാസ് സെയിം ആവേണ്ടതായിരുന്നു, അപ്പോൾ മാസ് കുറച്ച് കുറഞ്ഞു. അപ്പോൾ ആ കുറവ് വന്ന മാസ് എവിടെ പോയി? മാസ് എവിടെ പോയി? അത് എനർജിയുടെ രൂപത്തിൽ കൺവേർട്ടായി. കാരണം റൈറ്റ് സൈഡിൽ ഈ മാസ് കൂടാതെ വേറൊരാളെയും കൂടി ശ്രദ്ധിച്ചോ, EB. ആ EB എവിടെ നിന്നാണ് വന്നതെന്നറിയാമോ? ഞാൻ പറഞ്ഞല്ലോ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ കുറച്ച് മാസിൻ്റെ ഒരു കുറവ് വന്നിട്ടുണ്ടെന്ന്. ആ കുറവ് വന്ന മാസ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തതാണ്. അതാണ് EB. അപ്പോൾ മാസിൻ്റെ ഡിഫറൻസ് നമ്മൾ മാസ് ഡിഫക്റ്റ് എന്ന് പറയും. മാസ് ഡിഫക്റ്റ് നമ്മളത് ഡെൽറ്റ M എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഡെൽറ്റ M. ഡെൽറ്റ M എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള മാസ് അതെത്ര? Z ഇൻറ്റു MP പ്ലസ് A മൈനസ് Z ഇൻറ്റു Mn. ഓക്കെ. MP എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് പ്രോട്ടോൺ, Mn എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് എ സിംഗിൾ ന്യൂട്രോൺ. ഇത് ലെഫ്റ്റ് സൈഡിലെ മാസ് മൈനസ് റൈറ്റ് സൈഡിലെ മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ്, ഇങ്ങനെ എഴുതിക്കോട്ടെ, XZA. ഇതാണ് ഡെൽറ്റ M എന്ന് പറയുന്നത്, മാസ് ഡിഫക്റ്റ്. ദിസ് മച്ച് കിലോഗ്രാം, അതല്ലെങ്കിൽ ആറ്റോമിക് മാസ് യൂണിറ്റ്, അത് ക്വസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ഡെൽറ്റ M അപ്പോൾ റൈറ്റ് സൈഡിൽ കുറച്ച് മാസ് കുറഞ്ഞു. ഡെൽറ്റ M മാസ് റൈറ്റ് സൈഡിൽ കുറഞ്ഞിട്ടുണ്ട്. ആ കുറവ് വന്ന മാസ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ ദ എനർജി ഈക്വലൻ ടു ഡെൽറ്റ M വിൽ ബി ഡെൽറ്റ M C² ആണ്. സോ ബൈൻഡിങ് എനർജി കാണാനുള്ള ഫോർമുല ബൈ ഹാർട്ടാക്കി വെക്കുക. ഡെൽറ്റ M ഇൻറ്റു C². മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബൈൻഡിങ് എനർജി ഓഫ് എൻ എലമെൻറ്റ് കാണാനുള്ള ഫോർമുല ഡെൽറ്റ M C². അതിൽ ആ ഡെൽറ്റ M കാണാനുള്ള ഫോർമുല ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതും ബൈ ഹാർട്ടാക്കാം. മാസ് ഡിഫക്റ്റ്, മാസ് ഡിഫക്റ്റിൻ്റെ ഫോർമുലയും ബൈ ഹാർട്ടാക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡെൽറ്റ M കണ്ടുപിടിക്കണം ബൈൻഡിങ് എനർജി കാണാൻ. ഡെൽറ്റ M കിട്ടിക്കഴിഞ്ഞാൽ ഡെൽറ്റ M ഇൻറ്റു C² ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൈൻഡിങ് എനർജി കിട്ടും. ദാറ്റ് മച്ച് ജൂൾസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ, അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്, അതും കൂടി അറിഞ്ഞിരിക്കണം. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ന്യൂക്ലിയോണിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള എനർജി. മനസ്സിലായാലും ഒരു ന്യൂക്ലിയസ് ചെയ്യുന്ന ഒരു സിംഗിൾ ന്യൂക്ലിയോൺ, അതിനെ അവിടെ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ഞാൻ എത്ര എനർജി കൊടുക്കണം,
അതാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. നമ്മളത് ഡിനോട്ട് ചെയ്യുന്നത് EB എന്നാണ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ എല്ലാ ന്യൂക്ലിയോൺസിനെയും സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ EB കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് A ചെയ്താൽ മതി. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, കറക്റ്റ് അല്ലേ? EB എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നതാണല്ലോ. EB എന്ന് പറഞ്ഞാൽ എല്ലാ ന്യൂക്ലിയോൺസിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ട ഞാൻ കൊടുക്കേണ്ട എനർജി, അതാണ് EB. ആകെ എത്ര ന്യൂക്ലിയോൺസ് ആണ് ഉള്ളത്? ക്യാപിറ്റൽ ലെറ്റർ A നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആണ് ഉള്ളത്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ A ന്യൂക്ലിയോൺസിനെ എല്ലാത്തിനെയും സെപ്പറേറ്റ് ചെയ്യാൻ EB വേണമെങ്കിൽ, ഒരു സിംഗിൾ ന്യൂക്ലിയോണിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ EB/A എനർജി വേണം. ഈ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ EBN ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണൊക്കെ ആയിരിക്കും ചിലപ്പോൾ തരാം. അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, A ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ EB കിട്ടും. ഓക്കെ, ശ്രദ്ധിക്കണം.